കഴിഞ്ഞ ദിവസം നമ്മൾ തിരുപ്പൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അത് ഉപയോഗിക്കുന്ന രീതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പല കസ്റ്റമേഴ്സും അത് ക്ലിയർ ആവുന്നില്ല, ഒന്നും കൂടി ക്ലിയർ ആക്കി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നല്ല കൃത്യമായിട്ട് ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് തിരുപ്പൻ ഉപയോഗിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. വീഡിയോ കണ്ടു തുടങ്ങാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന 14 ഇഞ്ച് നീളത്തിൽ വരുന്ന ഒരു വേവി ആയിട്ടുള്ള ഹെയറാണ്. പുറമേ ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് മുടി പിന്നെ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന തിരുപ്പൻ നമ്മളുടെ മുടിയിലേക്ക് ചേർത്ത് ലോക്ക് ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മളുടെ മുടിയുടെ കുറച്ച് പോർഷൻ മാറ്റി സെപ്പറേറ്റ് ചെയ്തൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കണം. അതിനുശേഷം ബാക്കിയുള്ള മുടിയിൽ നിന്നും ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് പകുത്തുകൊണ്ട് അതിലൊരു ഭാഗം തിരുപ്പൻ്റെ ഇടയിലൂടെ എടുത്ത് മറ്റേ ഭാഗവുമായിട്ട് ചേർത്ത് പിന്നണം. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മുടി മാത്രം എടുത്തിട്ടാണ് പിന്നേണ്ടത്. ഈ പിന്നലിൽ തിരുപ്പനിലെ മുടി കയറി വരാൻ പാടില്ല. അതായത് പിന്നി വരുമ്പോൾ നമ്മുടെ മുടി കൊണ്ടുള്ള ഒരു ചെറിയ ഭാഗം പ്രത്യേകവും തിരുപ്പൻ പ്രത്യേകമായിട്ട് കിട്ടണം. ഈ പിന്നൽ ഒരു ഡിസ്കോ ബാൻഡ് ഉപയോഗിച്ചിട്ട് താഴ്ഭാഗം സെക്യൂർ ചെയ്യുക. ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളുടെ മുടി കൊണ്ടുള്ള ചെറിയ പിന്നൽ തുടങ്ങുന്നിടത്ത് ഈ തിരുപ്പൻ വന്ന് ലോക്കായിട്ടിരിക്കുന്നത്. അവിടെ ഏത് ടൈറ്റാണ് അവിടെ നിന്ന് ഉരി വരികയില്ല. ഇനി നമ്മൾ നേരത്തെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മുകളിലത്തെ പോർഷൻ അഴിച്ച് ഈ മൊത്തം മുടിയോടൊപ്പം ചേർത്തിടുക. അതിനുശേഷം തിരുപ്പൻ്റെ 3 പാർട്ടീഷനോടൊപ്പം നമ്മളുടെ മൊത്തം മുടിയും 3ആയിട്ട് പകുത്തെടുത്ത് നല്ല ടൈറ്റ് ചെയ്ത് പിന്നുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഹ്യൂമൻ ഹെയർ കൊണ്ടിട്ടുള്ള തിരുപ്പനാണ്. ഇത് തന്നെ നമുക്ക് സിന്തറ്റിക് ഹെയർ വെച്ചിട്ടും ഇതേ പാറ്റേണിൽ തന്നെയാണ് സിന്തറ്റിക് ഹെയറിൽ തിരുപ്പനും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ഹ്യൂമൻ ഹെയർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു നാച്ചുറൽ ഫീലിംഗ് നമുക്ക് സിന്തറ്റിക് ഹെയറിൽ വരില്ല എന്നേ ഉള്ളൂ. നാച്ചുറൽ ഹെയർ ആകുമ്പോൾ അവരവരുടെ മുടിക്ക് ചേരുന്ന രീതിയിൽ അവർക്ക് ആവശ്യമുള്ള ലെങ്ത്തിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഹ്യൂമൻ ഹെയർ പർച്ചേസ് ചെയ്യേണ്ടവരോ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്